യൂട്യൂബർ, വ്ലോഗർ, ഇൻഫ്ലുവൻസർ എന്നീ ലേബലുകളിൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് അസ്ല മാർലി. ഇൻഫോർമേറ്റീവായ വീഡിയോകളാണ് അസ്ലയുടെ ഹൈലൈറ്റ്. പലരും സംസാരിക്കാനും ബോധവൽക്കരിക്കാനും മടിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായും കൃത്യമായും അസ്ല സംസാരിക്കും. അടുത്തിടെയായിരുന്നു അസ്ലയ്ക്ക് പെൺകുഞ്ഞ് പിറന്നത്. ആദ്യമായി അമ്മയായതിന്റെ ത്രില്ലിലാണെങ്കിലും പോസ്റ്റ്മോർട്ടം അല്പം കടുപ്പമേറിയതായിരുന്നുവെന്ന് പറയുകയാണ് അസ്ല. നോർമൽ ഡെലിവറി ആയിരുന്നുവെങ്കിലും താനൊന്ന് നടക്കാൻ തുടങ്ങിയത് 2 ആഴ്ച പിന്നിട്ട ശേഷമാണെന്ന് അസ്ല പറയുന്നു. സുഖമായി ചെറുതായി ഒന്ന് വീടിനുള്ളിൽ തന്നെ നടന്നു തുടങ്ങിയതിനെ കുറിച്ചാണ് അസ്ല പറഞ്ഞത്. പഴയതുപോലെ ആയില്ലെങ്കിലും കുറച്ച് ഉഷാറാണ്. ആശുപത്രിയിൽ വെച്ച് തനിക്ക് സ്റ്റിച്ചിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ശക്തമായൊരു പനി വന്നാണ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയത്. അതിന്റെ കൂടെ ഗിഫ്റ്റ് എന്നതുപോലെ ചുമയും വന്നു. 1 മിനിറ്റിൽ തന്നെ ഒരുപാട് തവണ ചുമയ്ക്കും. നോർമൽ ഡെലിവറി കഴിഞ്ഞ് 2 ദിവസം പിന്നിട്ടപ്പോൾ ഡിസ്ചാർജായി ഞാൻ വീട്ടിൽ വന്നു. മാത്രമല്ല സ്റ്റിച്ചിൽ ഭയങ്കരമായ വേദനയും അനുഭവപ്പെട്ടു തുടങ്ങി. നടക്കാൻ പോലും പറ്റുന്നില്ല. നോർമൽ ഡെലിവറി ആണെങ്കിൽ സ്റ്റിച്ചിൽ വേദന ഉണ്ടാവില്ലെന്ന് പറയുന്നത് കേൾക്കാം. വേദന വന്നപ്പോൾ ഡോക്ടറോട് അക്കാര്യം പറഞ്ഞു. ആ സമയത്ത് പനിയുടെയും ചുമയുടെയും എല്ലാ മരുന്നും ഞാൻ കഴിക്കുന്നുണ്ട്. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ മൂത്രമൊഴിക്കാൻ പോലും പറ്റുന്നില്ല. ക്ലോസറ്റിൽ ഇരിക്കാൻ കഴിയുന്നില്ല. പച്ച മാംസത്തിൽ ബ്ലേഡ് വെച്ച് കീറുന്ന വേദന. അങ്ങനെ ആശുപത്രിയിലേക്ക് വീണ്ടും പോയി. ഒരുവിധം വേദന ഞാൻ സഹിക്കുന്നയാളാണ്. അതുകൊണ്ട് തന്നെ വേദന ഗുരുതരമാണെന്നത് എല്ലാവർക്കും മനസ്സിലായി. അങ്ങനെ ആശുപത്രിയിൽ ചെന്ന് പരിശോധിച്ചപ്പോഴാണ് 5ഓളം സ്റ്റിച്ച് പൊട്ടിയെന്ന് മനസ്സിലായത്. ചുമയായിരുന്നു കാരണം. അടക്കി പിടിച്ച് ചുമയ്ക്കാനൊന്നും പറ്റുന്ന അവസ്ഥയായിരുന്നില്ല. റീസ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഏരിയയുമല്ല. അതുകൊണ്ട് ഇൻഫെക്ഷൻ വരാതെ നോക്കണം. ഇളം ചൂടുവെള്ളത്തിൽ കല്ലുപ്പിട്ടിരിക്കാനാണ് ഡോക്ടർ നിർദ്ദേശിച്ചത്. ഒപ്പം കുറച്ച് മരുന്നും തന്നു. കല്ലുപ്പിലിരിക്കാൻ തനിക്ക് പേടിയായിരുന്നു. ഡോക്ടർ അടക്കം എല്ലാവരും മോട്ടിവേറ്റ് ചെയ്തിട്ടും എനിക്ക് ഭയമായിരുന്നു. ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ എന്നെ ഫേസ് ചെയ്യാൻ ഉപ്പയ്ക്ക് ഇഷ്ടമല്ല. കല്ലുപ്പിലിരിക്കാനുള്ള ഭയം കൊണ്ട് ഞാൻ കുഞ്ഞുങ്ങളെപ്പോലെ കരയുമായിരുന്നു. യൂട്രസ് ചുരുങ്ങുന്നതിന്റെ വേദന വേറെയും. ഇൻഫെക്ഷൻ വരുമോ എന്ന ടെൻഷനായിരുന്നു ഡോക്ടർക്ക്. ബ്ലീഡിങ്ങിന് പാഡ് എപ്പോഴും എനിക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അത് എനിക്ക് അലർജിയാണ്. ഇപ്പോഴാണ് ഞാൻ സ്പീഡിൽ നടന്നു തുടങ്ങിയത്. ഉപ്പുവെള്ളത്തിൽ ഇരിക്കാനും ആന്റിബയോട്ടിക്സും എടുക്കാൻ തുടങ്ങിയതോടെ ഒരുപാട് ആശ്വാസമായി എന്നും പറയുന്നുണ്ട്. നോർമൽ ഡെലിവറി ആണെങ്കിലും പലർക്കും പലതരത്തിലായിരിക്കും പോസ്റ്റ്മോർട്ടം. ഈ സമയവും കടന്നു പോകുമെന്ന് ചിന്തിച്ചാൽ മതി. ഞാൻ പൊട്ടിക്കരഞ്ഞ ദിവസങ്ങളുണ്ട്. ഒരു പ്രസവവും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഓരോ പ്രസവവും ഗർഭിണികളും വ്യത്യസ്തരാണ്. അവരോട് കുറച്ച് ദയ കാണിക്കുക. ഇപ്പോൾ വീഡിയോയുടെ എണ്ണം വളരെ കുറഞ്ഞല്ലോ എന്ന് ചോദിക്കുമ്പോൾ, ഇപ്പോൾ മോളോടൊപ്പം തന്നെ ഇരിക്കാമെന്ന് വിചാരിക്കും. പിന്നെ ഉമ്മയും താനും മോളും മാത്രമല്ലേ ഉള്ളൂ. അവൾക്കാണെങ്കിൽ എത്ര കളിച്ചാലും മതിയാവില്ല. പ്രയോറിറ്റി മുഴുവനും ഇവൾക്കാണിപ്പോൾ. ഭർത്താവ് തിരിച്ചുപോയി. ആ സമയത്ത് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ ആ ടൈം റൂമിൽ തന്നെ ഇരിക്കുകയായിരുന്നു. എനിക്കെന്തോ പറ്റുന്നില്ല. ഞാൻ റൂമിൽ തന്നെ ഇരിക്കാം, നീ പോകുന്നത് കാണണ്ട എന്ന് ഞാൻ പറഞ്ഞതാണ്. മോളുമായി നല്ല ക്ലോസായി വന്നതാണ്. ആകെ 11 ദിവസമേ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഉള്ള സമയം വളരെ നല്ലതായിരുന്നു. മലേഷ്യയിലും ബാലിയിലും പോയി. എൻ്റെ വീട്ടിലും അംജിക്കയുടെ വീട്ടിലും നിൽക്കാൻ കഴിഞ്ഞു. ഭർത്താവിനെ യാത്ര അയക്കാൻ പുറത്തിറങ്ങാത്ത നീയൊരു ഭാര്യയാണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. ബാക്കിയുള്ളവർക്ക് വിചിത്രമായി തോന്നുന്ന തരത്തിലാണ് എൻ്റെ പല കാര്യങ്ങളും. സന്തോഷങ്ങളും വിഷമങ്ങളും ഒക്കെ പ്രകടിപ്പിക്കുന്ന രീതി വ്യത്യസ്തമാണ്. ഞാൻ എപ്പോഴും പോസിറ്റീവായിരിക്കുന്ന ആളൊന്നുമല്ല. ഇപ്പോൾ ചിരിച്ചു കളിക്കുകയാണെങ്കിൽ അടുത്ത നിമിഷം ദേഷ്യം തോന്നും. എന്നെ അടുത്തറിയാവുന്നവർക്ക് അത് അറിയാമെന്നും പറയുന്നു.